Welcome back to our channel Sprinkling Stars. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് വെർമിസെല്ലി വെച്ചിട്ട് ഒരു കിടിലൻ പുഡിംഗ് ആണ്. ഇത് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റും അതുപോലെ കാണാൻ തന്നെ നല്ല ലുക്കും ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് വെർമിസെല്ലിയാണ് ആവശ്യമുള്ളത്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഉപയോഗിക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് നേരത്തെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെർമിസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മളൊന്ന് ക്രിസ്പാകുന്നത് വരെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പായി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആയാൽ നമുക്കിതിലോട്ട് പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളൊരു ബൗൾ എടുക്കണം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 500 ml പാലാണ് എടുക്കേണ്ടത്. അതായത് 2 കപ്പ്. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് തിളക്കാറാകുമ്പോൾ നമ്മൾ അതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരിപ്പയിലൂടെയാണ്. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ടയായിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അടിയിൽ ലെയറായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ വെർമിസെല്ലി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെർമിസെല്ലി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചൂടോട് കൂടെ തന്നെ നമുക്ക് അതിലോട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ വെർമിസെല്ലിയുടെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നട്ട്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എത്രയും ലെയർ പറ്റും അത്രയും ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്ററിൽ വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.